എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഷാജിദ ഷാജിയെ കുറിച്ചിട്ടാണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരത്തിയുടെ ഒരു എന്താണ് ഒരു ക്രീമിനെ പറ്റിയിട്ട്. മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തുള്ള കറുപ്പും കുരുവും പൊട്ടും പൊടിയും ഒക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരത്തേക്ക് അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രീം വെളുത്തിട്ട് പാറുന്ന ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അതങ്ങ് മാറി വെളുത്തിട്ട് പാറുന്ന ക്രീം നന്നായിട്ട് വെളുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരത്തി ആദ്യം ഈ ഒരു ക്രീമുമായിട്ട് മുന്നോട്ട് വന്നത്. പിന്നീട് അതിനെതിരെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പുള്ളിക്കാരത്തി പതുക്കെ അതിൻ്റെ ചുവടങ്ങ് മാറ്റിപ്പിടിച്ചു. പുള്ളിക്കാരത്തി പിന്നീട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ വെളുത്തിട്ട് പാറുന്ന ക്രീമൊന്നുമല്ല, മുഖത്ത് ഉള്ള ടെൻഷനൊക്കെ വന്നിട്ട് കണ്ണിൻ്റെ തടങ്ങളിലൊക്കെ വരുന്ന കറുത്ത പൊട്ടുകൾ, പിന്നെ മുഖക്കുരു വന്നിട്ടുള്ള ആ ഒരു പാടുകൾ, ഇതൊക്കെ മാറുന്ന ഒരു വളരെ നല്ല ക്രീമാണ്. ഞാൻ ഇത് കുറച്ച് ഉപയോഗിച്ച് അതിന് ശേഷമാണ് ഞാൻ ഈ ക്രീമുമായിട്ട് മുന്നോട്ട് വന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി അതിന് 1000 രൂപയോ മറ്റോ ആണ് അതിൻ്റെ റേറ്റായിട്ട് വരുന്നത്. പിന്നീട് ഷിപ്പിംഗ് ചാർജ് ഒക്കെ മേടിക്കാറുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തേക്കും പല രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തി. പക്ഷേ അപ്പോഴും ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നേരത്തെ ഒരു തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി ഈ ബിസിനസ് നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി കഷ്ടപ്പെടണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത്. കാരണം ഇതിൻ്റെ പിന്നിൽ നാളൊരു സമയം ഇവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നുള്ളത് കരുതിയിട്ട് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടൊക്കെ ഡ്രസ്സുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്യാരണ്ടി ഓർണമെൻറ്റ്സുകൾ, ഫാൻസികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനങ്ങളൊക്കെ ഈ പുള്ളിക്കാരത്തി കച്ചവടം ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിന് വലിയ തുകയാവും, വമ്പൻ തുകയാവും നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ. പിന്നെ അതിന് ലൈസൻസ് എന്ന് വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതേസമയം ഈ വെളുത്തിട്ട് പാറുന്ന ക്രീം, അതായത് ഇനി വെളുത്തിട്ട് പാറുന്ന ക്രീം അല്ലെങ്കിൽ പോലും ഒരു ക്രീമൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ. ഇനി ഇവർ പറയുന്നത് അത് മറ്റ് ചിലരുടെ ക്രീമാണ്, അവരിൽ നിന്നും എടുത്താണ് ഇവരിത് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്, അതുകൊണ്ട് അവർക്കൊന്നും പേടിക്കാനില്ലെന്നാണ്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു ഡൗട്ട്, ഒരു സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും അവരിൽ നിന്നും നമ്മളതെടുത്ത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് പോലെ പേരൊക്കെ മാറ്റി നമ്മളതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ലേ? എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതെൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലോർത്തൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ജീവിക്കട്ടെ. അവർക്കിപ്പോൾ ഈ ഒരു 5 കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് വളരെ കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷേ അങ്ങനെ കഷ്ടപ്പാടാണെങ്കിൽ പോലും നമ്മൾ ഒരു തരത്തിൽ നമ്മൾ കഷ്ടപ്പെടാനും പാടില്ല, കഷ്ടപ്പാടിൻ്റെ പേരിൽ കഷ്ടപ്പെടാനും പാടില്ല. അതായത് ഞാൻ പറയുന്നത്, ഇവർക്ക് ഈ ഒരു ക്രീമിൻ്റെ ബിസിനസ് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നാൽ ഈ വസ്ത്രത്തിൻ്റെയും ഫാൻസി സാധനങ്ങളുടെയും ചെരുപ്പൊക്കെ ഇവർ ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു. ചെരുപ്പിനെയൊക്കെ പറ്റിയിട്ട് പറയുന്ന കേട്ടോ ഇടയ്ക്കൊരു വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്താലും ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നുകിൽ ആളുകൾ മേടിക്കും അല്ലെങ്കിൽ മേടിക്കാതിരിക്കും. അഥവാ ഇനി മേടിക്കുന്ന സാധനത്തിന് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞു പോയാലും വേറെ പ്രശ്നമൊന്നുമില്ല, പൈസ നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ മേടിക്കുന്നവർ പിന്നീട് മേടിക്കില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ക്രീമിൻ്റെ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളാകുമ്പോൾ അത് നമുക്ക് വളരെയധികം അതിലെന്തൊക്കെയാണ് ചേരുന്നത്, എത്രത്തോളം കെമിക്കലുകളുണ്ട്, ഏതൊക്കെ രീതിയിലുള്ളതാണ്, അത് ഏതെല്ലാം അവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാണ്ട് നമ്മൾ അതിലേക്കൊക്കെ ഇറങ്ങി ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഡക്റ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരരുത്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഷാജിദയ്ക്കെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രമ മാഡം ഡൽഹിയിലാണ് മാഡം താമസിക്കുന്നത്. മാഡം ഒരു മലയാളിയാണ്. അവരെന്ന് പറഞ്ഞാൽ മലയാളി അസോസിയേഷൻ്റെ ഒരു ഹെഡാണ്. അവർ ഹെഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരാൾ മാത്രമാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഏതൊക്കെയോ ചാനലുകളിൽ പറയുന്നുണ്ടായിരുന്നു, വേൾഡിലെ തന്നെ പ്രസിഡൻ്റാണ് മലയാളി അസോസിയേഷൻ്റെ, വേൾഡ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമല്ല എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ. ആ വീഡിയോ ഞാൻ ഇട്ടുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല.
ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷാജിദയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു ക്രീമിൻ്റെ പിന്നാലെ പോവാണ്ട്, അതായത് ഇത് അറസ്റ്റ് വരെ വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ക്രീമുകൾ ഒരു പക്ഷേ സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം മിതമായ അളവിലാണ്. വേറെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള, സ്കിന്നിന് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഇല്ല എന്ന് തെളിയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ അതേസമയം അതിൻ്റെ ആ ഒരു ക്രീം അങ്ങനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എങ്ങാനും എന്തെങ്കിലും സാധനങ്ങൾ, കെമിക്കലുകൾ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സഹോദരിയോട് എന്ന പോലെ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു 5 കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാവും. കാരണം നിങ്ങൾ 1000 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ഒരു പക്ഷേ അതിൻ്റെ പകുതി വിലയ്ക്കായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളത് നിർത്താൻ ഉദ്ദേശിക്കാത്തതും. പക്ഷേ നമ്മുടെ ലാഭം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അതുമൂലം നമുക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ രമ മാഡം, രമ എന്നാണ് അവരുടെ പേര്, അവർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷാജിദയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് ആളുകൾക്കൊക്കെ ഇവർക്ക് നല്ല പിടിപാടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇവർ ഉന്നതങ്ങളിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ഷാജിദയുടെ പേരിൽ. അപ്പോൾ അതേക്കുറിച്ചിട്ട് അവർ തന്നെ പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. പക്ഷേ ഈ വീഡിയോ കേട്ടതിന് ശേഷം മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യും. അതിനകത്ത് ഷാജിദ അവരെ വിളിക്കുന്ന തെറി, എൻ്റെ പൊന്നോ പെറ്റ തള്ള പോലും സഹിക്കില്ല, ആ ഒരു തെറി അതും കേൾപ്പിച്ചു തരാം. അതും ഈ ഒരു വീഡിയോയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം ഈ പറയുന്ന രമ മാഡം ഷാജിദയുടെ ഈ തെറിവിളിയുടെ ആ ഒരു വീഡിയോ രമ മാഡം കാണുകയുണ്ടായി. രമ മാഡം ശരിക്കും അവർ പറയുന്നത് അവർ യൂട്യൂബ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്നാലും അവരുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് ഇവർക്ക് കുറേ ക്ലിപ്പുകൾ അയച്ചു കൊടുത്തു, ഷാജിദ ലൈവിൽ വന്നിട്ട് ഇവരെ തെറി വിളിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താണ് പറയുന്നത്, അവർക്ക് ആകെ ദേഷ്യമായി. അപ്പോൾ അവർ അതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും അവർ തന്നെ പറയുന്നുണ്ട്, കോടതി വിധിയാണ്, അത് എത്ര പെട്ടെന്നുണ്ടാവും പതുക്കെ ഉണ്ടാവും എന്നതൊന്നും അറിയില്ല. എന്നാൽ പോലും ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം കാണാണ്ട് ഞാൻ പിന്നോട്ട് പോവില്ല എന്നൊക്കെയാണ് മാഡം പറയുന്നത്. അപ്പോൾ എന്തായാലും ഷാജിദ ഒന്ന് കരുതിയിരിക്കുക. ഒന്നാമത്തെ കാര്യം ഷാജിദ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാജിദയുടെ ലാംഗ്വേജ് ആണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാവരും അത്യാവശ്യം തെറി പറയുന്നവർ തന്നെയാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി എഴുതി വിടുന്നവർക്ക് ഞാൻ നല്ല രീതിയിൽ തെറി തന്നെ എഴുതി കൊടുക്കാറുണ്ട്. കമൻറ്റ് ബോക്സിനകത്താണ് അത് ചെയ്യുന്നത്. കാരണം എൻ്റെ വീഡിയോ കാണുന്നവരിപ്പോൾ കമൻറ്റ് ബോക്സിൽ ഓപ്പൺ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. പക്ഷെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരെ വീഡിയോയിൽ കൂടെയല്ല കമൻറ്റ് ബോക്സിൽ തന്നെ തെറി വിളിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന ഭാഷയൊന്നും ആരും അറിയില്ല. അത്രയേ ഉള്ളൂ എന്ന് കരുതി ആരെയും മുന്നിൽ നല്ല പിള്ള ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കമൻറ്റ് ബോക്സിൽ വന്ന് അനാവശ്യമായിട്ട് ചൊറിയുന്നവരുടെ ഞാൻ ഇങ്ങനെ മാന്തി അങ്ങ് വിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രമ മാഡം പറയുന്നത് കേൾക്കാം. ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായും ഷാജിദ രമ മാഡത്തിനെ ചൊടിപ്പിച്ച ആ ഒരു വീഡിയോയും കൂടി കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ രമ, ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ്. എൻ്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല, എങ്കിലും എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയ്മയെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന. 1832 അതിന്റെ രജിസ്റ്റേർഡ് നമ്പർ. 1832 1832. ഇത് വേണമെങ്കിൽ ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാൻ അതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തും. വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷനും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന. 1832 അതിന്റെ രജിസ്റ്റേർഡ് നമ്പർ. 1832 1832. ഇത് വേണമെങ്കിൽ ഇട്ടിട്ട്
ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാൻ അതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല, അവരെൻ്റെ മിത്രമല്ല, എനിക്ക് അവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. എല്ലാ കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പം മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ കുറച്ച് ഈ ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലും ഇതിന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്. എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചറിയില്ല. ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്റെ വിഷയമല്ല. ഞാൻ എന്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് അതിനൊട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്ക് ഇവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, വിളിക്കുന്നു, അങ്ങനെയുള്ള കുറെ ചാനലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറെ ചാനലുകൾ, അതായത് കുറെ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറെ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത, അത് വിജയിക്കാതിരിക്കാം, അത് ശിക്ഷ കിട്ടാൻ, ശിക്ഷിക്കാതിരിക്കാം. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാൻ അധികാരമുണ്ട്, ജോലി ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധകമാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക, അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക, ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല, നിങ്ങൾ എന്റെയും ശത്രുവല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് 10 പേര് അറിയാനോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട്, എനിക്ക് നല്ലൊരു പേരുണ്ട്. അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത്. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല. അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ്. ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ്. ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ആ വോയിസ് ഇട്ടതിന്റെ പുറകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക്, ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ പേരിൽ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101% അത് ഫയൽ ചെയ്യും. പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട്. പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ്. പക്ഷേ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും ഞാൻ പറയുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ 4 ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ, അബ്യൂസിംഗ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നിയമമാണ്. അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ആ കുട്ടിക്കും, ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകം. മാഡം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടതാണ്. അപ്പോൾ ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഷാജിദയോടാണ്. ഷാജിദ ഇനിയെങ്കിലും ഒരു പൊടിക്ക് അടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെന്ന് വെച്ചാൽ കളിക്കുമ്പോൾ നമ്മളെക്കാൾ ഒരുപാട് താഴെക്കിടെ ഉള്ളവരോട് കളിക്കുന്ന കണക്കായിരിക്കില്ല ഒരു ഉരുള കൂടുതൽ ഉണ്ടവനോട് പോയി കളിക്കാൻ നിൽക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരെയും
തൻ്റെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയൊക്കെ പറയുന്ന ആ ഒരു ഭാഷകളുണ്ടല്ലോ, അതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പതിയെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ചിലപ്പോൾ പെട്ടെന്ന് ചാടി വീണ് പണി കിട്ടില്ല, ചിലപ്പോൾ അതൊന്ന് പതിയെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കരുതിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും തനിക്ക് തൻ്റെ 5 കുട്ടികൾക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അത് ഏതൊരു അമ്മയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മക്കളോടൊപ്പം ഉള്ള ഒരു ജീവിതമാണ്. ശരിക്കും ഒരു കുട്ടിയോ 2 കുട്ടിയോ നോക്കുന്നത് പോലും ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ 5 കുട്ടികളുടെ കാര്യം പറയണോ? പെൺകുട്ടികളാണെങ്കിൽ ഉള്ള കഞ്ഞിയും വെള്ളവും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കരഞ്ഞും വിളിച്ചും ബഹളം വെച്ചും അടിച്ചും പിടിച്ചും വീട്ടിൽ തന്നെ ഇരിക്കും. അതേസമയം ആൺകുട്ടികൾ അങ്ങനെ ഒട്ടും ഒതുങ്ങിയിരിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ തനിക്ക് നേരെ ഒരു അറസ്റ്റ് വാറണ്ടോ മറ്റോ വന്ന് താൻ ജയിലിലേക്കോ മറ്റോ പോവേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താവും? ഈ 5 കുട്ടികളെ ആര് സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്? ആ കുട്ടികൾ സർക്കാർ ചെലവിൽ പോയി അഗതി മന്ദിരത്തിൽ പോയി കഴിയേണ്ടി വരും. അതാദ്യം ഒന്ന് ഓർക്കുക. തൻ്റെ ഉമ്മയ്ക്കോ തൻ്റെ സഹോദരിമാർക്കോ ഈ 5 കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മാത്രമല്ല, നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ സഹോദരിമാരോടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയോടുള്ള ബന്ധുക്കളോടുള്ള വെറുപ്പാണ് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ തൻ്റെ ഫാമിലിയിലുള്ള ആർക്കൊപ്പവും കുഞ്ഞുങ്ങൾ നിൽക്കില്ല, അവർക്കതിന് സാധിക്കില്ല. പിന്നെ ഈ 5 എണ്ണത്തിൻ്റെയും വികൃതി അത് പെറ്റുമ്പോൾ സഹിക്കുമെങ്കിലും മറ്റുള്ളവരാരും ചിലപ്പോൾ സഹിച്ചു എന്ന് വരില്ല. അപ്പോൾ താൻ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പിഞ്ചു മക്കൾ അനാഥരായി പോകും എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ കൊള്ളലാഭത്തിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. സംസാരിക്കുമ്പോൾ ലാംഗ്വേജ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട്, ലൈവിൽ ഷാജിദ നന്നായിട്ട് തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഷാജി ചോദിക്കും, ഷാജിയേക്കാളും നന്നായിട്ട് തെറി വിളിക്കുന്ന ആളുകളില്ലേ എന്ന്. ഉണ്ട്, തെറി വിളിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ വിളിക്കുന്നതിൻ്റെ ഡബിൾ വിളിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു കാര്യം, അവരാരും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ചൊതുക്കി വെച്ചിട്ടല്ല ഇരുന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിളിക്കാനുള്ളൊരു ഗ്യാപ്പ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ. അതാണ് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ കൊള്ളരുതായ്മ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ കുഞ്ഞുങ്ങളോട് കിടന്ന് ഉറങ്ങാൻ പറയണം. കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കിയതിന് ശേഷം നിങ്ങൾ ലൈവ് ഇടൂ. അതിനുശേഷം നിങ്ങൾ ലൈവ് ഇടൂ. അപ്പോൾ നിങ്ങൾ തെറി വിളിച്ചാലും, നിങ്ങൾ ഇനി എന്ത് പുഴുത്ത അപരാധം വിളിച്ചാലും അതൊന്നും ആരും അറിയില്ല. നിങ്ങളും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ വന്ന് ചൊറിയാറുണ്ട്, പലരും നിങ്ങളെ ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെ വരാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കിയതിന് ശേഷം ഇരിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ചൊറിയാനിട്ടിരിക്കുന്ന കമൻറ്റുകൾ നോക്കാതിരിക്കുക, അതല്ലെങ്കിൽ അവരെ അപ്പപ്പോഴും ബ്ലോക്ക് ചെയ്ത് വിടുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേണ്ടില്ല. വെറുതെ പണി ചോദിച്ച് മേടിക്കാനായിട്ട് നിൽക്കരുത് ഷാജി, എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.